പാചകവാതക വാണിജ്യ സിലിണ്ടർ ക്ഷാമത്തെ തുടർന്ന് പലയിടത്തും ഹോട്ടലുകൾ അടച്ചിടുന്നു. ഷൊർണൂരിലും നെന്മാറയിലും ഹോട്ടലുകൾ അടച്ചു. ദിനംപ്രതി നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തുന്ന ഹോട്ടലുകളാണ് അടച്ചിട്ടത്. ഹോട്ടൽ ജോലിക്കാരും ഇതോടെ പ്രതിസന്ധിയിലായി. ഷൊർണൂരിൽ ഒഴിഞ്ഞുകിടക്കുന്ന 7 ഗ്യാസ് സിലിണ്ടറുകളാണ് ഹോട്ടലിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഗ്യാസ് നിറയ്ക്കുന്നതിനായി കടയുടമ ഗ്യാസ് ഏജൻസിയെ സമീപിച്ചപ്പോൾ വിതരണം ചെയ്യൽ നിർത്തിയെന്നായിരുന്നു മറുപടി. താൽക്കാലികമായി വിറകടുപ്പ് ഉപയോഗിച്ച് പാചകം ചെയ്യാനാകുമോ എന്നും ആലോചിക്കുന്നുണ്ട്. ഷൊർണൂർ നഗരത്തിലെ മറ്റു ഹോട്ടലുകളിലും ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധി രൂക്ഷമായെന്നും അടുത്ത ദിവസങ്ങളിൽ അടച്ചിടേണ്ടി വരുമെന്നും ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. വളരെയധികം ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ദിവസം 1.5 ദിവസം നമ്മൾ നിർത്തേണ്ട സിറ്റുവേഷനാണ്. ബുക്കിംഗ് നമുക്കില്ല ഹോട്ടലിൽ. ഇതിൽ വീട്ടുകാർക്ക് തന്നെ 27 ദിവസം കണ്ട് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവരുടെ ഇതുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ മാത്രമായി ഒരുപാട് കുടുംബങ്ങൾ വരെ കഷ്ടപ്പെടും. കാരണം അവർക്കൊക്കെ പണിയില്ലാതിരിക്കില്ല. നമ്മൾ ഈ മേഖലയില്ല, എല്ലാ മേഖലയിലും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മാക്സിമം നാളെ ഉച്ചവരെയ്ക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമ്പന്നാവസ്ഥയിലാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ട്. എത്രയോ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾക്കൊക്കെ വരുമാനം ഇല്ലാതിരിക്കാനും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെങ്ങനെ നേരത്തെ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ? അല്ല, മുൻകൂട്ടി നമ്മൾ അറിഞ്ഞില്ല. അറിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം സ്റ്റോക്ക് ചെയ്ത് തലേ ദിവസമാണ് നമ്മളടുത്ത് പറഞ്ഞത് ഇനി നാളെ മൂലം ഉണ്ടാവില്ല, ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു, ഇനി വരുന്ന സമയത്ത് തരാം. ഇപ്പം ആരോ പറഞ്ഞിട്ട് 19-ക്ക് ശേഷം വരാൻ പോകുന്നുണ്ട്. അത് വന്നോ ഇല്ലെന്ന് ഇപ്പം ഇങ്ങോട്ട് എത്തുമല്ലെന്നും അറിയില്ല. നെന്മാറയിലെ അമ്മ ഹോട്ടലാണ് പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചത്. ഇന്നലെ രാവിലെയാണ് കടയുടെ മുന്നിൽ പൂട്ടുന്നതായി ബോർഡ് വെച്ചത്. ഇറാൻ-US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതക ക്ഷാമ ഉപയോഗത്തിന് സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടൽ. കൂടുതൽ ഹോട്ടലുകൾ പ്രതിസന്ധി കാരണം അടച്ചു. നിരവധി പേർ ആശ്രയിക്കുന്ന ഹോട്ടൽ പൂട്ടിയതോടെ ബസ് ജീവനക്കാരും തൊഴിലാളികളും മറ്റും ഭക്ഷണത്തിന് വലയുന്ന അവസ്ഥയാണ്. UTV ന്യൂസ്, പാലക്കാട്.